എല്ലാവർക്കും പ്രിയ സ്ക്രീമിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കാപ്പുച്ചീനി ഉണ്ടാക്കാം. ഇപ്പോൾ കോഫിയും കാപ്പുച്ചീനിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനിത് ആദ്യം രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. കോഫി സാധാരണ കാപ്പിയാണ് നമ്മുടെ. അപ്പോൾ ഇത്തിരി കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവർ ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ കാപ്പുച്ചീന. കാപ്പുച്ചീന എന്ന് പറയുന്നത് ഒരു എക്സ്പ്രസ്സോ ബേസ്ഡ് ഡ്രിങ്കാണ് അത്ര. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എക്സ്പ്രസ്സോ എന്ന് പറയുന്നത് ഇതുപോലെ അതുണ്ടാക്കുന്ന എക്സ്പ്രസ്സോ ഉണ്ടാക്കുന്ന മെഷീനാണ്. ഇതിലേക്ക് കാപ്പിപ്പൊടി നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അമർത്തി വെച്ച് കൊടുക്കുക. ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. അതെന്താ മെഷീനിലേക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മെഷീനിൽ നിന്ന് ആ ഗ്യാപ്പിലേക്ക് കുറച്ച് വെള്ളം വരും. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് അത് കംപ്രസ് ചെയ്യും. നല്ല പ്രഷറിൽ അത് പ്രഷർ കൊടുക്കുമ്പോൾ ആ കാപ്പി കൂടെ വെള്ളം ചെന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാപ്പി വരും. അതിനെയാണ് ഈ എക്സ്പ്രസ്സോ എന്ന് പറയുന്നത്. അതിൽ പാല് ചേരുമ്പോഴാണ് നമ്മൾ അതിനെ കാപ്പുച്ചീനോ എന്ന് പറയുന്നത്. പാലും പാലിൻ്റെ പതയൊക്കെ ചേർത്തിട്ട് വരുമ്പോൾ അത് കാപ്പുച്ചീനോ ആയി. അപ്പോൾ അതിൽ പാല് മാത്രമാണ് ചേർക്കുക. നല്ല ക്രീമി ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് വീട്ടിലുണ്ടാക്കാം. കാപ്പുച്ചീനോ നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ട് ബീറ്റർ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് കാപ്പുച്ചീനോ ഇതുപോലെ ബീറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്കായിട്ട് മിക്സി ജാറിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 4 ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് കേട്ടോ. ഏതെങ്കിലും കാപ്പിപ്പൊടി എടുത്താൽ മതി. ഞാൻ അവിടെ നെസ്കഫയാണ് എടുത്തിട്ടുള്ളത്. അത് 4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിമം 4 ടീസ്പൂൺ അതിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല നല്ലതായിട്ട് മിക്സ് ആകാനായിട്ട് എളുപ്പം അത്രയും എമൗണ്ട് ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒപ്പം 8 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണിൻ്റെ കാപ്പിപ്പൊടിക്ക് അതിൻ്റെ ഇരട്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് കറക്റ്റ് ഒരളവാണ്. ഇനി ഇതിൻ്റെ ഒപ്പം നമുക്ക് ഐസ് 2 കട്ട ഐസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് പൾസ് മോഡിൽ 2 തിരി തിരിച്ച അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റിലായിട്ടാണ്, ഇങ്ങനെ ഒരു അവസ്ഥയിലായി. അത് വീണ്ടും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തട്ടിയിട്ട് കൊടുക്കണം. അതിൻ്റെ അരുത്തൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ആകെ കാപ്പിപ്പൊടി അല്ലാതെ ആകെ വെള്ളവും കൂടി ചേർന്നപ്പോൾ ഐസൊക്കെ കൂടിയായപ്പോൾ അങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ 2 കട്ട ഐസ് തന്നെ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അത്രയും വേണ്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഒട്ടി പിടിച്ചതൊക്കെ അതിലേക്ക് തന്നെ തട്ടിയിട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. 2 വട്ടം കൂടി ഒന്ന് അടിച്ചെടുത്തപ്പോൾ അതാ ഇതുപോലെ ആയിട്ടുണ്ട്. കുറച്ചും കൂടി അലിഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ഇതുപോലെ തന്നെ ഇടയ്ക്ക് അതിങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. തട്ടിയിട്ട് ഇതുപോലെ പൾസ് മോഡിലിട്ട് ഒന്ന് തിരിക്കുക, സ്റ്റോപ്പാക്കുക, വീണ്ടും തിരിക്കുക, നിർത്തുക, തിരിക്കുക, നിർത്തുക. അങ്ങനെയാണ് ഇട്ടിട്ട് ചെയ്യണത്. അപ്പോൾ അതാ കുറച്ച് ഡ്രൈ ആയി തോന്നിയപ്പോൾ ഒരു കട്ട കൂടെ ഐസ് ഇട്ടു. അപ്പോൾ ആകെ കൂടി ഞാൻ 3 കട്ട ഐസാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത്രയും ഐസ് തന്നെ ഇട്ടാൽ മതി. കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് അലിഞ്ഞ് അങ്ങോട്ട് പോവും. ഇനി അപ്പോൾ ഇത് ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒരു 5-10 വട്ടം കൂടെ ഞാൻ അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ചധികം തവണ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ പൾസിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് തിരിക്കുക നിർത്തുക അങ്ങനെ കുറച്ചധികം നേരം ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇതുപോലെ കാപ്പുച്ചീനോൻ്റെ മിക്സ് റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിക്കാം. കാപ്പി ബാക്കിയുള്ളത് നമുക്ക് എമൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ. ഒരു 3 ദിവസം വരെയൊക്കെ എന്തായാലും ഇരിക്കും. കാരണം 3 ദിവസം വരെ ഞാൻ വെച്ച് നോക്കിയിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഇരിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി കാപ്പുച്ചീനോ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ 2 ടീസ്പൂൺ ആ കാപ്പുച്ചീനോ മിക്സ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. പിന്നെ നന്നായിട്ട് ചൂടുള്ള തിളപ്പിച്ച് നന്നായിട്ട് അടിച്ചെടുത്ത പാല് പതയോട് കൂടിയിട്ട് തന്നെ ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് ടീസ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് പതയോട് കൂടിയിട്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാപ്പുച്ചീനോ കൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഒന്ന് അരിപ്പ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ കാപ്പുച്ചീനോൻ്റെ മിക്സ് വെച്ചിട്ട് അതിൻ്റെ ഡെക്കറേഷനൊന്നും റെഡിയല്ല. ഞാൻ ആദ്യം ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തത്. പക്ഷെ അത് ഭംഗിയിൽ വന്നിട്ട് പിന്നെ മോള് അതൊക്കെ കലക്കി അതിൽ അലിയിച്ചതിന് ശേഷം വീണ്ടും വേറൊരു ഡിസൈൻ കാപ്പുച്ചീനോ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റൊക്കെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.